ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. കടച്ചക്ക ചെമ്മീനും കറി വെക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. വറുത്തരച്ചാണ് ഞാൻ കറി വെക്കണത്. അപ്പോൾ തേങ്ങ വറുക്കാൻ വേണ്ടി ഞാൻ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ബൗൾ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 3 ഉള്ളി, ചെറിയ ഉള്ളി തന്നെ ചേർക്കണം കേട്ടോ, അപ്പോഴോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 2 വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് നല്ലപോലെ നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിയാതെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ വരും. അതുമൂലം കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്, കണ്ട. വല്ലാണ്ട് റോസ്റ്റായി ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1.5 സ്പൂണ് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഈ പൊടികളൊക്കെ പച്ച സ്മെല്ല് മാറണ വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ വറുത്ത് റെഡിയാക്കിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായി. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം. ഇതിപ്പോൾ തേങ്ങ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വെക്കാം. ഇതിപ്പോൾ ഞാൻ അരപ്പ് മുഴുവൻ ഒരു മൺചട്ടിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര കറി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നു വെച്ചാൽ നമ്മൾ അരച്ച് വെക്കണ കാരണം നല്ല തിക്കായി കിട്ടും. അതാണ് ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തേക്കണത്. അപ്പോൾ തിളച്ച് ഇരിക്കും തോറും ഇത് കുറുകി വരുമ്പോൾ ഭയങ്കരമായിട്ടും കട്ടിയിൽ വരും. അതാണ് നമുക്ക് ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഞാൻ 1 തക്കാളിയും 3 പച്ചമുളകും കട്ട് ചെയ്തതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പുളി ചേർത്ത് കൊടുക്കുക. ഞാൻ കുടപ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇളക്കിയിട്ട് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് തിളച്ചതിന് ശേഷമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ചെമ്മീൻ മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടച്ചക്കയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കടച്ചക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു കടച്ചക്കയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ കട്ട് ചെയ്തെടുത്തതാണ്. നമുക്ക് ഇതും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തിളച്ചൊന്ന് കറി ഒന്ന് റെഡിയായി വരട്ടെ. കറിയൊക്കെ ഇപ്പം നല്ലപോലെ കുറുകി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ട. നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ചെമ്മീനും കടച്ചക്കൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഉപ്പും പുളിയും പാകത്തിനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ കറി കാച്ചിയൊന്നും ഒഴിക്കണില്ല. എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ എണ്ണ തെളിഞ്ഞ് നിൽക്കണുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. സിമ്പിളല്ലേ ചെയ്യാൻ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കടച്ചക്ക ചെമ്മീൻ വറുത്തരച്ച കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബായ്.